പ്രധാന ഐറ്റമായിരുന്നു. സ്കൂൾ യുവജനോത്സവത്തിൽ സ്ഥിരം മത്സരാർത്ഥി കൂടിയായിരുന്നു മണി. 1987 മോണോ ആക്ടിൽ കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ഒന്നാമനാകുവാൻ കഴിഞ്ഞത് മണിയുടെ ജീവിതത്തിന്റെ വഴിത്തിരിവായിരുന്നു. അനുകരണ വേദിയിൽ തനിക്ക് ഭാവിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ മണി കുടുംബത്തിലെ ദാരിദ്ര്യം അകറ്റാൻ പിന്നീട് ഈ കലയും കൂടെ കൂട്ടി. 10ാം ക്ലാസ്സിൽ പഠനം കഴിഞ്ഞതിനെ തുടർന്ന് തെങ്ങ് കയറ്റക്കാരനായും മണൽ വാരൽ തൊഴിലാളിയായും അദ്ദേഹം ഉപജീവന മാർഗം കണ്ടെത്തി. ഇടയ്ക്ക് പൊതുപ്രവർത്തകനായും അദ്ദേഹം കടന്നു വന്നു. പിന്നീട് ചാലക്കുടി ടൗണിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായി മണി ജോലി നോക്കി. പകൽ ഓട്ടോ ഡ്രൈവറും രാത്രി മിമിക്രി ആർട്ടിസ്റ്റുമായി കേരളത്തിൽ അന്ന് ധാരാളം മിമിക്രി ട്രൂപ്പുകളുണ്ട്. അവർക്ക് വേണ്ടിയെല്ലാം മണി തന്റെ പ്രകടനങ്ങൾ നടത്തി. തന്റെ കലാപ്രവർത്തനങ്ങൾക്കിടയിൽ പരിചയപ്പെട്ട ഒരു സുഹൃത്ത് വഴി കലാഭവനിൽ ചേരുകയും തുടർന്ന് കലാഭവന്റെ സ്ഥിരം അംഗമായി പ്രവർത്തിച്ചു. ജയറാം, ദിലീപ്, നാദിർ ഷാ,